നമ്മുടെ നാട്ടിലെ പല വീടുകളിലെയും കഥകൾ കേൾക്കുമ്പോൾ വലിയ വേദന തോന്നുന്നുണ്ട്. തകർന്നടിയുന്ന കുടുംബ ബന്ധങ്ങൾ, അനാഥരാകുന്ന കുട്ടികൾ, ഭാര്യയെ ഭർത്താവ് കൊലപ്പെടുത്തുമ്പോൾ മക്കൾക്ക് നഷ്ടമാകുന്നത് അവരുടെ അമ്മയെയാണ്. ശിഷ്ടകാലം അച്ഛൻ ജയിലിലും, പിന്നീട് ഏതെങ്കിലും ബന്ധുക്കളുടെ സംരക്ഷണയിൽ അവരുടെ ആട്ടും തുപ്പും കൊണ്ട് ജീവിക്കേണ്ടി വരുന്ന മക്കളാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഇരകളാകുന്നത്. ആലപ്പുഴ കായംകുളത്ത് ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തിയപ്പോൾ അനാഥരാക്കപ്പെട്ടതും രണ്ട് കുരുന്നുകളാണ്. ആ കേസിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം പോകുന്നത്. സ്വാഗതം. പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് ആലപ്പുഴ കായംകുളം സ്വദേശികളായ പ്രദീപും ലൗലിയും. കല്യാണത്തിന് ശേഷം ഇരുവരും ഏറെ നാൾ ചെന്നൈയിലായിരുന്നു താമസം. അതിനിടെ ഇവർക്ക് 2 മക്കളുണ്ടായി. പിന്നീട് കായംകുളം എരുവയിലെത്തി വാടക വീട്ടിൽ താമസിക്കുകയായിരുന്നു. ഇടയ്ക്ക് പ്രദീപും ലൗലിയും തമ്മിൽ വീട്ടിൽ വലിയ ബഹളമുണ്ടാകുന്നത് സമീപവാസികൾ സ്ഥിരം കേൾക്കാറുള്ളതാണ്. കഴിഞ്ഞ ദിവസവും വീട്ടിൽ നിന്ന് ലൗലിയുടെ നിലവിളി ശബ്ദമുയർന്നിരുന്നു. എന്നാൽ മക്കൾ വീട്ടിലെത്തിയപ്പോഴാണ് അമ്മ മരിച്ചു കിടക്കുന്നത് കണ്ടത്. ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം പ്രദീപ് ഒളിവിൽ പോയെന്നാണ് വിവരം. ബന്ധുവീട്ടിൽ പോയിരുന്ന മക്കൾ രാവിലെ 10 മണിയോടെ തിരികെ എത്തിയപ്പോഴാണ് അമ്മ ലൗലിയെ വാടക വീട്ടിലെ സ്വീകരണ മുറിയിൽ മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. കുട്ടികൾ അച്ഛൻ പ്രശാന്തിനെ തിരഞ്ഞെങ്കിലും വീട്ടിലുണ്ടായിരുന്നില്ല. തുടർന്ന് ബന്ധുക്കളെ വിവരമറിയിച്ചു. പോലീസ് എത്തി നടത്തിയ പരിശോധനയിൽ മൃതദേഹത്തിൽ ചില പരുക്കുകൾ കണ്ടെത്തി. ലൗലിയുടെ ഭർത്താവിനെ കുറിച്ച് അന്വേഷിച്ചെങ്കിലും ഇയാൾ ഒളിവിൽ പോയതായാണ് വിവരം. പ്രശാന്ത് ലൗലിയെ കൊലപ്പെടുത്തിയ ശേഷം രക്ഷപ്പെട്ടതായാണ് ബന്ധുക്കളുടെ ആരോപണം. പുലർച്ചെ ഇയാൾ വാഹനം ഓടിച്ചു പോകുന്നത് കണ്ടതായി അയൽവാസി മൊഴി നൽകിയിട്ടുണ്ട്. ഫോറൻസിക് സംഘം നടത്തിയ പരിശോധനയിൽ സംഭവം കൊലപാതകമാണെന്ന് സംശയം തോന്നിക്കുന്ന തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ശാസ്ത്രീയ പരിശോധനകൾ നടത്തി മാത്രമേ ഇത് സ്ഥിരീകരിക്കാനാവൂ. വണ്ടാനം മെഡിക്കൽ കോളേജിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യും. പ്രശാന്തിനെ കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചതായും കായംകുളം പോലീസ് അറിയിച്ചു. ആലപ്പുഴ. കായംകുളത്തിന് പിന്നാലെ കാസർഗോഡ് കാഞ്ഞങ്ങാട്ടെ ഒരു വീട്ടിൽ നിന്നും ദുരന്ത വാർത്ത കേട്ടു. കാഞ്ഞങ്ങാട് ഒരു കുടുംബത്തിലെ 3 പേരെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കാഞ്ഞങ്ങാട് സ്വദേശി സൂര്യപ്രകാശ്, ഭാര്യ ലീന, അമ്മ ഗീത എന്നിവരാണ് മരിച്ചത്. സംഭവത്തിൽ ഹോസ്ദുർഗ് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഭാര്യയെയും അമ്മയെയും കൊലപ്പെടുത്തി സൂര്യപ്രകാശ് ജീവനൊടുക്കിയെന്നാണ് പ്രാഥമിക നിഗമനം. എന്താണ് കൂട്ടമരണത്തിനുള്ള കാരണം? പോലീസ് പട്രോൾ പരിശോധിക്കുന്നു. കാഞ്ഞങ്ങാട് ആവിക്കരയിലെ വാടക ക്വാർട്ടേഴ്സിലാണ് സൂര്യപ്രകാശ്, ഭാര്യ ഗീത, അമ്മ ലീല എന്നിവരെ മരിച്ച നിലയിൽ കണ്ടത്. സൂര്യപ്രകാശിന്റെ മൃതദേഹം അടുക്കളയിൽ തൂങ്ങി നിൽക്കുന്ന നിലയിലായിരുന്നു. ലീല, ഗീത എന്നിവരുടെ മൃതദേഹങ്ങൾ കട്ടിലിൽ കിടക്കുന്ന നിലയിലും. അമ്മയെയും ഭാര്യയെയും വിഷം കൊടുത്ത് കൊന്ന ശേഷം സൂര്യപ്രകാശ് തൂങ്ങി മരിച്ചതാണെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവം നടക്കുമ്പോൾ സൂര്യപ്രകാശിന്റെയും ഗീതയുടെയും മക്കൾ സ്ഥലത്തുമുണ്ടായിരുന്നില്ല. മകൻ ജോലി ആവശ്യാർത്ഥം എറണാകുളത്താണ്. വിവാഹിതരായ പെൺമക്കൾ ഭർത്താക്കന്മാരുടെ വീട്ടിലും. സൂര്യപ്രകാശിന് കടബാധ്യത ഉള്ളതായാണ് വിവരം. മകൻ എൻ്റെ സുഹൃത്തിനെ വിളിച്ചു പറഞ്ഞാണ്. രാവിലെ ഒരു 6:45 എന്നെ വിളിച്ചു പറഞ്ഞു വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞു. ഇങ്ങനെ അച്ഛനും അമ്മയും ഫോൺ എടുക്കുന്നില്ല, വിളിച്ചിട്ട് വേഗം. അങ്ങനെ ഞാൻ വന്ന് നോക്കുമ്പോഴത്തേക്ക് അച്ഛൻ തൂങ്ങിയിട്ടുണ്ട്, അമ്മയും അച്ഛനും കട്ടലുണ്ട്, മരിച്ചിട്ടുണ്ട്. ഇതിന് ആത്മഹത്യക്കോ എന്താണ്? ആത്മഹത്യ കുറിപ്പ് കിട്ടിയിട്ടുണ്ട്. സാമ്പത്തിക പ്രശ്നം നല്ലതല്ലേ, പിന്നെ വേറെ വ്യക്തമായിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ
ഹോസ്ദുർഗ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 കാസർഗോഡ്. പാലക്കാട് 1 വയസ്സുള്ള പെൺകുഞ്ഞ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച വാർത്തയാണ് പോലീസ് പെട്രോൾ ഇനി പരിശോധിക്കുന്നത്. കോട്ടയം സ്വദേശി ശില്പയുടെ മകൾ ഷിഗിനയ്ക്ക് എന്താണ് സംഭവിച്ചത്? കുഞ്ഞിനെ മരിച്ച നിലയിൽ ആശുപത്രിയിൽ എത്തിച്ചതിനെ തുടർന്ന് അമ്മയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. എന്നാൽ പിന്നീട് ഇവരെ വിട്ടയച്ചു. ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ശില്പയ്ക്കൊപ്പം താമസിച്ചിരുന്ന യുവാവ് ജോലി ചെയ്യുന്ന തിയേറ്ററിലെത്തി കുഞ്ഞിനെ നിലത്ത് വെച്ച് മടങ്ങാൻ ഇവർ നേരത്തെ ശ്രമിച്ചതും കേസിൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. രാവിലെ ശില്പ കൂടെ താമസിച്ചിരുന്ന യുവാവ് ജോലി ചെയ്യുന്ന തിയേറ്ററിലെത്തി കുഞ്ഞിനെ നിലത്ത് വെച്ച് മടങ്ങാൻ ശ്രമിച്ചിരുന്നു. യുവാവ് അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി കുഞ്ഞിനെയും അമ്മയെയും ആശുപത്രിയിലേക്ക് മാറ്റി. എന്നാൽ ആശുപത്രിയിലെത്തിച്ചപ്പോൾ കുഞ്ഞു മരിച്ചിരുന്നതായി മെഡിക്കൽ ഓഫീസർ പറയുന്നു. ഇതോടെ യുവതിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. രാവിലെ അവള് കുട്ടീനായിട്ട് വന്നു. കുട്ടി മരിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കുട്ടീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം പറഞ്ഞിട്ട് കൂട്ടാക്കില്ല. ലാസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആൾ വന്നു. അവർ ഓട്ടോയിൽ കയറ്റി ഇവിടെ കൊടുത്തു. ഡോക്ടർ ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞു മരിച്ചിട്ട് മണിക്കൂറുകളായി, എന്താ പറ്റിയത് ചോദിച്ചു. അപ്പോൾ അവളാണെങ്കിൽ ഒന്നും പറയണമില്ല, കട്ടുമെന്ന് വീണെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇതിനു മുമ്പും ഇതേപോലെ പലതവണ പറഞ്ഞിട്ടുണ്ട്, കുട്ടീനെ മരിച്ചു, നീ ഇവിടെ വരുമോ കാണാൻ വരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് മരിച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ ഇതിലെടുത്തില്ല. എന്നിട്ട് വേറൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, നിന്റെ കുട്ടീനെ ഞാൻ കൊന്നു എന്ന് പറഞ്ഞിട്ട് അവള്. എന്നാൽ പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിൽ ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് വ്യക്തമായെന്ന് പോലീസ് പറയുന്നു. ഇതോടെ ശില്പയെ വിട്ടയക്കുകയായിരുന്നു. എന്നാൽ ഇവർ നിരീക്ഷണത്തിൽ തുടരും. ശില്പയും യുവാവും തമ്മിലുള്ള പ്രശ്നങ്ങൾ അടക്കം പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഇരുവരും വിവാഹം കഴിക്കാതെ ഒരുമിച്ച് താമസിക്കുകയായിരുന്നു. കുഞ്ഞ് മരിച്ച ശേഷമാണോ തിയേറ്ററിൽ കൊണ്ട് കിടത്താൻ ശ്രമിച്ചത് എന്നതിലും വ്യക്തത വരേണ്ടതുണ്ട്. ന്യൂസ് 18 പാലക്കാട്. ആലപ്പുഴ കുട്ടനാട്ടെ ഡിവൈഎഫ്ഐ നേതാവും നിയമവിദ്യാർത്ഥിനിയുമായ ആതിര എന്തിനാണ് ആത്മഹത്യ ചെയ്തത്? ആതിരയുടെ മരണത്തിന് പിന്നാലെ ബന്ധുക്കൾ നൽകിയ പരാതിയിൽ സുഹൃത്തും ഡിവൈഎഫ്ഐ നേതാവുമായ അനന്തുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഡിവൈഎഫ്ഐ കാവാലം മേഖലാ സെക്രട്ടറിയും CPM ലോക്കൽ കമ്മിറ്റി അംഗവുമായ അനന്തു ആതിരയുടെ വീട്ടിലെത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പെൺകുട്ടി ജീവനൊടുക്കിയത്. യുവാവിനെതിരെ ആത്മഹത്യാ പ്രേരണ, സ്ത്രീത്വത്തെ അപമാനിക്കൽ, ശാരീരിക പീഡനം തുടങ്ങിയ കുറ്റങ്ങൾ ആരോപിച്ചാണ് അറസ്റ്റ്. ജനുവരി 5-നാണ് കാവാലം രണ്ടരപ്പറയിൽ RV തിലകിന്റെ മകൾ ആതിര ജീവനൊടുക്കിയത്. ഡിവൈഎഫ്ഐ കാവാലം മേഖലാ സെക്രട്ടറി അനന്തുവും ബ്ലോക്ക് കമ്മിറ്റി അംഗമായ ആതിരയും തമ്മിലുള്ള വിവാഹ നിശ്ചയം 2 വർഷം മുൻപ് നടന്നിരുന്നു. മത്സ്യവ്യാപാരികളായ അച്ഛനും അമ്മയും രാത്രി വീട്ടിലെത്തിയപ്പോഴാണ് ആതിരയെ വീടിന്റെ മുകളിലത്തെ നിലയിൽ ജനാലയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവ ദിവസം അനന്തു ആതിരയുടെ വീട്ടിലെത്തിയിരുന്നു. വീട്ടിലുണ്ടായിരുന്ന 91-കാരനായ മുത്തച്ഛന്റെ മൊഴിയാണ് കേസിൽ നിർണായകമായത്. ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായെന്നും അനന്തു ആതിരയെ മർദ്ദിച്ചെന്നുമാണ് മൊഴി. മുത്തച്ഛൻ വാസു നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അനന്തുവിനെതിരെ കേസെടുത്തത്. കേസിൽ പ്രധാന സാക്ഷികളിൽ ഒരാളായ വാസു ഈ മാസം 13-ന് വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ മൂലം മരിച്ചു. സബ് ഇൻസ്പെക്ടർമാരായ AJ ജോയ്, MP സജിമോൻ, സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ MF ജോസ്ലിൻ, PT അനൂപ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. രാമങ്കരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ആലപ്പുഴ. പ്രണയച്ചതിയിൽ എത്രയോ പെൺകുട്ടികളുടെ ഭാവി ജീവിതമാണ് തകരുന്നത്.
തിരുവനന്തപുരം കിളിമാനൂരിൽ സ്നേഹം നടിച്ച് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കടത്തിക്കൊണ്ടുപോയി പീഡിപ്പിച്ചത് ആൺ സുഹൃത്താണ്. സംഭവത്തിൽ കിളിമാനൂർ സ്വദേശി അഭിലാഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതിനു മുൻപും പല പ്രാവശ്യം ഇയാൾ പെൺകുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയതായും പോലീസ് പറയുന്നു. കഴിഞ്ഞ ബുധനാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം. പെൺകുട്ടിയുമായി പരിചയത്തിലായ യുവാവ് പ്രണയം നടിച്ച് വിവാഹ വാഗ്ദാനം നൽകിയാണ് പീഡിപ്പിച്ചതെന്ന് പോലീസ് പറയുന്നു. പെൺകുട്ടിയെ ഫോണിൽ വിളിച്ചു വരുത്തിയ ശേഷം ബസ്സിൽ കടത്തിക്കൊണ്ടുപോയി പുളിമാത്ത് താളിക്കുഴിയിലുള്ള ആളൊഴിഞ്ഞ വീട്ടിലെത്തിച്ച് ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു. കുട്ടിയെ കാണാതായതിനെ തുടർന്ന് രക്ഷിതാക്കൾ കിളിമാനൂർ പോലീസിൽ പരാതി നൽകി. കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയ പോലീസ് പുലർച്ചെ പ്രതിയുടെ വീട്ടിൽ നിന്നാണ് പെൺകുട്ടിയെ കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് പീഡന വിവരം പുറത്തായത്. ഇതിനു മുമ്പും പല പ്രാവശ്യം പെൺകുട്ടിയെ പീഡിപ്പിച്ചിരുന്നതായി പ്രതി സമ്മതിച്ചെന്നും പോലീസ് പറഞ്ഞു. ആറ്റിങ്ങൽ ഡിവൈഎസ്പി ഹരികുമാറിന്റെ നേതൃത്വത്തിൽ കിളിമാനൂർ SHO ബി ജയൻ, സബ് ഇൻസ്പെക്ടർ രാജീവ് കൃഷ്ണ, GSIമാരായ താഹിറുദ്ദീൻ, രാജേന്ദ്രൻ നായർ തുടങ്ങിയവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ആറ്റിങ്ങൽ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ആറ്റിങ്ങൽ. പോലീസിനെ പോലെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും മൂന്നാം മുറ പ്രയോഗം നടത്തുകയാണ്. വാഹനങ്ങൾ നിയമം ലംഘിച്ചാൽ നിങ്ങൾക്ക് നടപടിയെടുക്കാം. എന്നാൽ ജനങ്ങളെ കൈകാര്യം ചെയ്യാൻ ആരാണ് ഇവർക്ക് അധികാരം കൊടുത്തത്? തൃശ്ശൂരിൽ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ മർദ്ദനത്തിൽ യുവാവിന് കേൾവിശക്തി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആനന്ദപുരം സ്വദേശി ഷിബിനെ വാഹനം നിർത്താത്തതിന് പിന്തുടർന്നെത്തിയ ഉദ്യോഗസ്ഥർ മർദ്ദിച്ചുവെന്നാണ് പരാതി. എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമെന്നാണ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. മദ്യപാനത്തിലുള്ള തർക്കങ്ങൾ കൊലപാതകത്തിൽ കലാശിക്കുന്നത് ഇപ്പോൾ നിത്യസംഭവമാണ്. കാസർഗോഡ് ചിറ്റാരിക്കാലിൽ സുഹൃത്തിനെ യുവാവ് കുത്തിക്കൊന്നതും മദ്യപാനത്തെ തുടർന്നുണ്ടായ തർക്കത്തിന് പിന്നാലെയാണ്. പെരുമട്ട സ്വദേശി പ്രദീപ് കുമാറാണ് മരിച്ചത്. യുവാവിനെ കുത്തിയ മൗക്കോട് സ്വദേശി ജോൺ എന്ന റെജിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. വാർത്തയുടെ വിശദാംശങ്ങളുമായി കാസർഗോഡ് നിന്ന് KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? ഇരുവരും തമ്മിൽ ഇതിനു മുൻപ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതാണോ? ടോം, ചിറ്റാരിക്കാൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പെരുമ്പട്ട മൗക്കോട് സ്വദേശി പ്രദീപ് കുമാറാണ് കൊല്ലപ്പെട്ടത്. ഇയാളുടെ സുഹൃത്ത് ജോൺ എന്ന റെജിയാണ് പ്രദീപിനെ കൊലപ്പെടുത്തിയത്. ഇന്ന് രാത്രിയോടെ മൗക്കോട് വെച്ചായിരുന്നു സംഭവം. വയറ്റിൽ കുത്തേറ്റ് അതീവ ഗുരുതരാവസ്ഥയിലായ പ്രദീപിനെ ചെറുപുഴയിലെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിലും മരണപ്പെടുകയായിരുന്നു. വിവരമറിഞ്ഞ് ചിറ്റാരിക്കാൽ പോലീസ് സംഭവ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്ന കേസിൽ നടൻ കലാഭവൻ സോബിക്കെതിരെ നിരവധി പരാതികളാണുള്ളത്. ഇതിൽ അമേരിക്കയിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ തട്ടിയെടുത്തുന്ന പരാതിയിൽ സോബി ജോർജിന് എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 3 വർഷം കഠിന തടവ് ശിക്ഷ വിധിച്ചു. പ്രതി 5 ലക്ഷം രൂപ പിഴയും അടയ്ക്കണമെന്ന് കോടതി ഉത്തരവിലുണ്ട്. ജില്ലയിലെ വിവിധ കോടതികളിലായി സമാന സ്വഭാവമുള്ള 39 കേസുകളിൽ പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. (2009) മുതലുള്ള കാലയളവിൽ അമേരിക്കയിൽ ജോലി വാഗ്ദാനം ചെയ്ത നിരവധി പേരിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെന്ന് നടൻ കലാഭവൻ സോബിക്കെതിരെ പരാതിയുള്ളതാണ്. വിവിധ കോടതികളിലായി 39 കേസുകളിൽ പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. ഇതിൽ ഒരു കേസിലാണ് എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 3 വർഷം കഠിന തടവ് ശിക്ഷ വിധിച്ചത്. പ്രതി 5 ലക്ഷം രൂപ പിഴയും അടയ്ക്കണം. പ്രോസിക്യൂഷനു വേണ്ടി ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ MS ആരോമലുണ്ണിയാണ് കോടതിയിൽ ഹാജരായത്. എറണാകുളം സെൻട്രൽ പോലീസാണ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്.
വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്ന് കലാഭവൻ സോബി പറഞ്ഞു. എറണാകുളം ഇടക്കൊച്ചി സ്വദേശിയിൽ നിന്ന് 2.5 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ 2022 ഡിസംബറിൽ കോടതി സോബിക്ക് 3 വർഷം തടവ് ശിക്ഷ വിധിച്ചിരുന്നു. സോബിയുടെ കൂട്ടാളി ഇടക്കൊച്ചി സ്വദേശി പീറ്റർ വിൽസണും ഇതേ ശിക്ഷ വിധിച്ചതാണ്. കേസിൽ 1ഉം 3ഉം പ്രതികളായിരുന്നു ഇരുവരും. പിന്നീട് പ്രതികളുടെ അപേക്ഷയിൽ കോടതി ശിക്ഷ സ്റ്റേ ചെയ്തിരുന്നു. 5 വർഷം വരെയുള്ള തടവ് ശിക്ഷകൾക്ക് അപ്പീൽ അപേക്ഷയിൽ കോടതി സ്റ്റേ അനുവദിക്കുന്നതാണ് പതിവ്. ന്യൂസ് 18 കൊച്ചി. പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫ് വധക്കേസിൽ മാപ്പുസാക്ഷിയായ ബത്തേരി സ്വദേശി നൌഷാദ് എന്ന മോനുവിന്റെ മൊഴി കേസിലേറെ നിർണായകമാണ്. വിചാരണ തുടങ്ങി 3-ാം ദിവസവും മോനുവിന്റെ വിസ്താരമാണ് മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിൽ നടക്കുന്നത്. ഷാബാസ് ഷെരീഫിനെ തടങ്കലിൽ പാർപ്പിച്ചപ്പോൾ താനാണ് കാവൽ നിന്നതെന്നും മൃതദേഹാവശിഷ്ടങ്ങൾ പുഴയിൽ തള്ളിയത് താൻ കണ്ടിട്ടുണ്ടു എന്ന് നൌഷാദ് വെളിപ്പെടുത്തിയിരുന്നു. ഏതു വിധത്തിലുള്ള നുണപരിശോധനയ്ക്കും താൻ തയ്യാറെന്നും നൌഷാദ് പറയുന്നു. ഷാബാസ് ഷെരീഫിനെ തടവിലിട്ട സമയത്തെടുത്ത ഒരു വീഡിയോ ദൃശ്യങ്ങളും നൌഷാദ് തിരിച്ചറിഞ്ഞു. വിചാരണ തുടങ്ങി 3-ാം ദിവസവും മാപ്പുസാക്ഷിയായ 7-ാം പ്രതി നൌഷാദ് എന്ന മോനുവിന്റെ വിസ്താരം തുടരുകയാണ്. കോടതിക്ക് മുമ്പിൽ കുറ്റസമ്മതമൊഴി നൽകിയ നൌഷാദിനെ പ്രതിഭാഗം ക്രോസ് വിസ്താരം ചെയ്യുന്നത് പൂർത്തിയായിട്ടില്ല. ഇതിനിടെയാണ് ഏതു തരത്തിലുള്ള നുണപരിശോധനയ്ക്കും തയ്യാറാണെന്ന് നൌഷാദ് കോടതിയെ ബോധിപ്പിച്ചത്. ഷൈബിൻ അഷ്റഫിന്റെ വീട്ടിൽ ഷാബാസ് ഷെരീഫിനെ തടങ്കലിൽ വെച്ച് ക്രൂരമായി പീഡിപ്പിക്കുന്ന സമയത്ത് പകർത്തിയ ദൃശ്യങ്ങൾ കോടതിയിൽ പ്രദർശിപ്പിച്ചിരുന്നു. ഈ ദൃശ്യങ്ങളും നൌഷാദ് തിരിച്ചറിഞ്ഞു. ഷാബാസ് ഷെരീഫിനെ തടങ്കലിൽ പാർപ്പിച്ചപ്പോൾ താനാണ് കാവൽ നിന്നത് എന്നും പിന്നീട് മൃതദേഹാവശിഷ്ടങ്ങൾ വെട്ടിനുറുക്കി പുഴയിൽ തള്ളിയത് താൻ കണ്ടിട്ടുണ്ടെന്നും നൌഷാദ് വെളിപ്പെടുത്തിയിരുന്നു. ഇക്കാര്യങ്ങൾ കോടതിയിലും നൌഷാദ് സമ്മതിച്ചു. മറ്റു പ്രതികളെയും കൊലയ്ക്ക് ഉപയോഗിച്ച ആയുധങ്ങളും നൌഷാദ് തിരിച്ചറിഞ്ഞു. ഓഗസ്റ്റിലാണ് മൂലക്കുരുവിന്റെ ഒറ്റമൂലി മരുന്നിന്റെ രഹസ്യം കൈക്കലാക്കാൻ ഷാബാസ് ഷെരീഫിനെ ഷൈബിൻ അഷ്റഫിന്റെ സംഘം മൈസൂരിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്നത്. 1 വർഷത്തിലേറെ നീണ്ട പീഡനങ്ങൾക്കൊടുവിൽ 2020 ഒക്ടോബറിലാണ് അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. തുടർന്ന് മൃതദേഹം കഷ്ണങ്ങളാക്കി വെട്ടിമുറിച്ച് ചാലിയാറിൽ തള്ളുകയായിരുന്നു. 2022 നൌഷാദ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയപ്പോൾ മാത്രമാണ് കൊലപാതകത്തെക്കുറിച്ച് പുറം ലോകമറിഞ്ഞത്. മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താത്ത കേസിൽ നിർണായകം ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളും സാഹചര്യ തെളിവുകളുമാണ്. ഈ വർഷം മെയ് 10-നകം കേസിന്റെ വിചാരണ പൂർത്തിയാക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശം. ന്യൂസ് 18 മലപ്പുറം. നമ്മുടെ നാട്ടിലെ സ്വകാര്യ ബസ് ജീവനക്കാരിൽ പലരും ലഹരി ഉപയോഗിച്ചാണ് വാഹനം ഓടിക്കുന്നതെന്ന പരാതി മുൻപേ ഉള്ളതാണ്. പിന്നെ റോഡിൽ ഇവരുടെ ഗുണ്ടായിസവും തോന്നിയാസവും കാണാം. ഇങ്ങനെ നിരവധി പരാതി ഉയർന്നതോടെ തൃശൂർ കുന്നംകുളം പോലീസ് ബസ്സുകളിൽ പരിശോധന നടത്തി. കുന്നംകുളത്ത് ലഹരി ഉപയോഗിച്ച് വാഹനമോടിച്ച ബസ് ഡ്രൈവറും കണ്ടക്ടറും അറസ്റ്റിലായിട്ടുണ്ട്. മദ്യവും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും ഉപയോഗിച്ച് സർവീസ് നടത്തിയ ജീവനക്കാരാണ് പിടിയിലായത്. മദ്യവും നിരോധിത പുകയില ഉൽപ്പന്നമായ ഹാൻസും ഉപയോഗിച്ച ശേഷം സർവീസ് നടത്തിയ ബസ് ഡ്രൈവറെയും കണ്ടക്ടറെയുമാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. 2 ബസ്സുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചുണ്ടൽ പെലക്കാട്ട് പയ്യൂർ സ്വദേശി ശ്രീകൃഷ്ണൻ, കുറവന്നൂർ സ്വദേശി കൊടത്തിൽ വീട്ടിൽ അജിത് എന്നിവരാണ് പിടിയിലായത്. ശ്രീകൃഷ്ണൻ ഓടിച്ച MKK ബസ്, അജിത് കണ്ടക്ടറായി ജോലി ചെയ്യുന്ന ഫീസുമോൻ ബസ് എന്നിവയും കസ്റ്റഡിയിലെടുത്തു. കുന്നംകുളം പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ മഹേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് നടപടിയെടുത്തത്.
കഴിഞ്ഞ ദിവസം കുന്നംകുളത്ത് നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന സ്വകാര്യ ബസ് പാലത്തിന്റെ കൈവരിയിലേക്ക് ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. ഈ സാഹചര്യത്തിലാണ് കുന്നംകുളം പോലീസ് സ്വകാര്യ ബസ്സുകളിൽ പരിശോധന ശക്തമാക്കിയത്. പരിശോധനയ്ക്കിടയിലാണ് മദ്യപിച്ച് വാഹനമോടിച്ച ശ്രീകൃഷ്ണനെയും കണ്ടക്ടർ ജോലിക്കിടെ നിരോധിത പുകയില ഉൽപ്പന്നം ഉപയോഗിച്ച അജിത്തിനെയും പിടികൂടിയത്. ഇരുവരുടെയും ലൈസൻസ് റദ്ദു ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചതായും വരും ദിവസങ്ങളിൽ മേഖലയിൽ പരിശോധന ശക്തമാക്കുമെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് 18 തൃശൂർ. പോലീസിനെ പോലെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും മൂന്നാം മുറ പ്രയോഗം നടത്തുകയാണ്. വാഹനങ്ങൾ നിയമം ലംഘിച്ചാൽ നിങ്ങൾക്ക് നടപടിയെടുക്കാം. എന്നാൽ ജനങ്ങളെ കൈകാര്യം ചെയ്യാൻ ആരാണ് ഇവർക്ക് അധികാരം കൊടുത്തത്? തൃശ്ശൂരിൽ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ മർദ്ദനത്തിൽ യുവാവിന് കേൾവിശക്തി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആനന്ദപുരം സ്വദേശി ഷിബിനെ വാഹനം നിർത്താത്തതിന് പിന്തുടർന്നെത്തിയ ഉദ്യോഗസ്ഥർ മർദ്ദിച്ചുവെന്നാണ് പരാതി. എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമെന്നാണ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയാണ് കരിങ്കല്ലുമായി എത്തിയ ടോറസ് ലോറി പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമീപം മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കായി തടഞ്ഞത്. ലോഡിന്റെ ഭാരം നോക്കാൻ ആവശ്യപ്പെട്ട ഉദ്യോഗസ്ഥർ ഭാരക്കൂടുതലുണ്ടെങ്കിൽ ലൈസൻസ് റദ്ദാക്കുമെന്ന് ഷിബിനോട് പറഞ്ഞു. ഇതോടെ ഭാരം നോക്കുന്ന സ്ഥലത്ത് വാഹനം നിർത്താതെ ഷിബിൻ മുന്നോട്ട് പോയി. പിന്തുടർന്നെത്തിയ ഉദ്യോഗസ്ഥരെ കണ്ട് ഇയാൾ വാഹനം നിർത്തി ഇറങ്ങിയോടി. ഓടിച്ചിട്ട് പിടിച്ച ഉദ്യോഗസ്ഥൻ ഇടതുകവളിൽ അടിച്ചു വീഴ്ത്തിയതായി ഷിബിൻ പറയുന്നു. ഇടത്തെ ചെവിയുടെ കർണപടം തകർന്ന യുവാവിന് കേൾവിശേഷിക്ക് തകരാർ സംഭവിച്ചിട്ടുണ്ട്. രണ്ടാമത് വന്ന വണ്ടിയിലെ ഒരു സാറ് എന്ന് പറഞ്ഞു, നിന്റെ അഭിനയമാണ്, നിന്റെ അഭിനയം ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് നീ കട റൂമിലേക്ക് കയറി, നിന്റെ അഭിനയം ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ആൾ തന്നെ ഭീഷണിപ്പെടുത്തി. അപ്പോൾ എനിക്ക് ഇന്ന് പന്തികേട് കണ്ടിട്ട് ഞാൻ അവർ കാണാണ്ട് ഇവരെന്നെ ഹോസ്പിറ്റലിലേക്കൊന്നും കൊണ്ടുപോയില്ല. നേരെ അവർ വണ്ടിക്ക് കയറി വരാനെ പറഞ്ഞ ആദ്യം. അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ അപ്പോൾ എന്തിട്ട് ചെയ്യാമെന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ. എൻ്റെ ഫോണിൽ നിന്ന് എമർജൻസി ഹെൽപ്പ് ലൈനിലേക്ക് വിളിച്ചു. അവരറിഞ്ഞില്ല ഹെൽപ്പ് ലൈനിൽ വിളിച്ചത്. അപ്പോൾ ഹെൽപ്പ് ലൈനിൽ വിളിച്ചപ്പോൾ അവർ ഉടനെ സ്പോട്ടിലേക്ക് വന്നു. പിന്നെ ആംബുലൻസ് വന്നപ്പോൾ ആംബുലൻസുകാരോട് അവർ പറഞ്ഞു കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു കൊണ്ടുപോകാണ്ടിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ആംബുലൻസ് കയറിയിട്ട് നേരെ ജില്ലാ ഹോസ്പിറ്റലിൽ പോയി. ആടേന്ന് ഇതിങ്ങനെ ചേർത്ത് ചെടി കിട്ടിയത്. അപ്പോൾ ആടേടെ ഇവിടെ വാങ്ങണ്ടായിരുന്നു. എക്സ്റേയും CT സ്കാനും എടുത്തു. വെഹിക്കിൾ ഇൻസ്പെക്ടർക്കെതിരെ പുതുക്കാട് പോലീസിൽ പരാതി നൽകി. അതേസമയം ആരോപണം അടിസ്ഥാനരഹിതമാണെന്നാണ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. ന്യൂസ് 18 തൃശൂർ. ഇടുക്കി തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിൽ കർഷകന്റെ പേരിൽ വ്യാജ വായ്പ എടുത്തതായി പരാതി. കഴിഞ്ഞ 35 വർഷമായി ബാങ്കിൽ യാതൊരു ഇടപാടുകളുമില്ലാത്ത CPM പ്രവർത്തകനായ കർഷകന്റെ പേരിലാണ് LDF ഭരിക്കുന്ന സഹകരണ ബാങ്കിൽ നിന്നും 14 ലക്ഷം രൂപ വായ്പ എടുത്തതായുള്ള വ്യാജരേഖ പുറത്തു വന്നത്. പണം അടച്ചില്ലെങ്കിൽ ജപ്തി ചെയ്യുമെന്ന് റിക്കവറി നോട്ടീസ് വന്നതോടെയാണ് പരാതിയുമായി കർഷകൻ രംഗത്ത് വന്നിരിക്കുന്നത്. ഇടുക്കി ദൈവമേട് സ്വദേശി ശശി പാപ്പനാണ് തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും എടുത്തിട്ടുള്ള വായ്പയും പലിശയും ചേർത്ത് 14 ലക്ഷത്തിലധികം രൂപ തിരിച്ചടയ്ക്കണമെന്ന് ഉടുമ്പൻചോല സഹകരണ അസിസ്റ്റന്റ് ഡയറക്ടറുടെ നോട്ടീസ് ലഭിച്ചത്. 2017 നവംബർ 29-ന് ബാങ്കിൽ നിന്ന് 5 ലക്ഷം രൂപ ശശി പാപ്പൻ വായ്പയെടുത്തുവെന്നും ഇതിൽ 4,896 രൂപ പലിശയും ചേർത്ത് 9,07,096 രൂപ അടയ്ക്കണമെന്നാണ് നോട്ടീസ്. അന്നേ ദിവസം തന്നെ ബാങ്കിന്റെ കനകക്കുന്ന് ശാഖയിൽ നിന്ന് 2,42,365 രൂപ മറ്റൊരു വായ്പ എടുത്തിട്ടുള്ളതായും ഇതിൽ 1,70,700 രൂപ പലിശയും ചേർത്ത് 4,14,065 രൂപ അടയ്ക്കണമെന്ന മറ്റൊരു നോട്ടീസും ശശിപാപ്പന് ലഭിച്ചു. 2023 ഒക്ടോബറിലാണ് നോട്ടീസ് ലഭിച്ചത്. പിന്നീട് പലതവണ ബാങ്കിലെത്തി ഇക്കാര്യം അറിയിച്ചു. എന്നാൽ പലതവണ കയറിയിറങ്ങിയിട്ടും ബാങ്ക് അധികൃതർക്ക് വ്യക്തമായ മറുപടി നൽകാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ബാങ്ക് നടപടികളുമായി മുന്നോട്ട് പോവുകയാണെന്നാണ് പരാതി. എൻ്റെ അറിവനുസരിച്ച് ഇന്നുവരെ ഞാൻ കനകക്കുന്ന പോയിട്ടില്ല. എൻ്റെ അറിവനുസരിച്ച് ആളുകൾ പറയുന്നത് കനകക്കുന്ന ബാങ്ക് തുടങ്ങിയിട്ട് 7 വർഷമായില്ലെന്നാണ് പറഞ്ഞു. ഈ 7 വർഷം
ആയാണ് എൻ്റെ നോട്ടീസിൽ കണ്ടിരിക്കുന്നത്. 7 വർഷം മുമ്പ് എടുത്തതായിട്ടാണ്. ഇങ്ങനെ ഇത്രയും ഈ 14 ലക്ഷം രൂപ എൻ്റെ മേൽ കെട്ടിവെച്ചു. ഞാൻ CPM-ൻ്റെ പ്രവർത്തകനും ബ്രാഞ്ച് മെമ്പറുമായിരുന്നു. ഇവിടെ ഭരണം നടത്തുന്ന CPM-ൻ്റെ ആളുകളാണ് ഇവിടുത്തെ ബാങ്കിലെ സെക്രട്ടറിയും പ്രസിഡന്റും അതുപോലെ ഭരണസമിതി അംഗങ്ങളും. അവരെ എനിക്ക് നേരെ ക്രൂരമായ രീതിയിൽ ഒരു വഞ്ചന ചെയ്തിരിക്കുകയാണ്. അതിനെതിരെ ശക്തമായ രീതിയിൽ ഞാനിത് പ്രതികരിക്കുന്നു. 35 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ബാങ്കുമായിട്ട് ലോൺ എടുത്ത് അന്ന് ഞാൻ പിരിഞ്ഞതാണ്. അന്നത്തെ കാലത്ത് 1500 രൂപയാണ് ഒരാൾക്ക് ലോൺ കൊടുക്കാറുള്ളത്. അത് വളം, തുണി, ബാക്കിയുള്ള പൈസ ആയിട്ട് 1/3 പൈസയേ കിട്ടുള്ളൂ. അന്നത്തെ കാലത്ത് ഞാൻ ബാങ്കുമായിട്ട് എല്ലാ ഏർപ്പാടുകളും തീർത്തിറങ്ങിയതാണ്. വർഷമായി ബാങ്കുമായി ഒരു ഇടപാടുമില്ലാതെ നിൽക്കുന്ന തനിക്ക് ഇത്തരത്തിൽ നോട്ടീസ് വന്ന സാഹചര്യത്തിൽ ബാങ്ക് അധികൃതർ മറുപടി പറയണമെന്നും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ശശി പാപ്പൻ വ്യക്തമാക്കി. വ്യാജ വായ്പയുടെ പേരിൽ അന്വേഷണം ഉണ്ടാകണമെന്നും തന്റെ പേരിലുള്ള നോട്ടീസ് പിൻവലിച്ച് ക്രമക്കേട് നടത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ശശി പാപ്പൻ ആവശ്യപ്പെടുന്നു. ഇടുക്കി. നമ്മൾ ഹോട്ടലുകളിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നത് അവരിൽ വിശ്വാസം അർപ്പിച്ചാണ്. ആ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കേണ്ട ബാധ്യത ഹോട്ടലുകൾക്കുണ്ട്. തൃശൂർ എരുമപ്പെട്ടിയിലെ ഏതൻസ് ഫുഡ് കോർട്ടിൽ നിന്ന് വാങ്ങിയ ബീഫ് റോസ്റ്റിൽ കണ്ടത് ചത്ത പഴുതാരെ. സ്ഥാപനം ആരോഗ്യവകുപ്പ് പൂട്ടിച്ചു. ചിക്കൻ, ബീഫ് എന്നിവയുടെ വിവിധ വിഭാഗങ്ങൾ പാഴ്സലായി നൽകുന്ന സ്ഥാപനമാണിത്. ഏതൻസ് ഫുഡ് ടേക്ക് അവേ എന്ന സ്ഥാപനത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം രാത്രി എരുമപ്പെട്ടി സ്വദേശിനി ഷമീറ എന്ന വീട്ടമ്മ വാങ്ങിയ ബീഫ് റോസ്റ്റിലാണ് വെന്ത രീതിയിൽ പഴുതാരയെ കണ്ടെത്തിയത്. പൊറോട്ടയും ബീഫ് റോസ്റ്റും വാങ്ങി കുട്ടികൾ കഴിക്കുമ്പോഴാണ് പഴുതാരയുണ്ടെന്ന് കണ്ടതെന്ന് ഷമീറ പറയുന്നു. ഒരു 7:30 മണി സമയത്ത് 8 പൊറാട്ടയും 2 ബീഫ് റോസ്റ്റും 2 ബീഫ് ചില്ലിയും കൂടിയിട്ട് വാങ്ങി. ആ ബീഫ് റോസ്റ്റ് നമ്മൾ കൊടുന്ന് കുട്ടിക്ക് 10 വയസ്സായ കുട്ടിയാണ്. ആ കുട്ടിക്ക് ഒരു പൊറാട്ട ഇട്ട് ബീഫ് കറി നമ്മളതിൽ ഒഴിച്ച്, റോസ്റ്റാണ് കറിയല്ല റോസ്റ്റ്, നമ്മളത് ഒഴിച്ച് അതിലേക്ക് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 കഷ്ണം കുട്ടി കഴിച്ചു. ബീഫ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഒരു പഴുതാര എന്ന് പറഞ്ഞാൽ അത് വെന്തിട്ട് എടുക്കണതിൽ. അപ്പോൾ അത് ഞാൻ അവരെ വിളിച്ചിട്ട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് വരാം, പൈസ തിരിച്ചു തരാം, താത്ത പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ ഫുഡായിട്ട് നേരെ അവരെ കടയിൽ വന്നു. നമ്മൾ ആ കടയിൽ അത് കാണിച്ചു കൊടുത്തു. അപ്പോഴും അവർ പറയണത് തെറ്റുപറ്റി, ഫുഡ് അവിടെ ഉണ്ടാക്കണതല്ല പുറമൊന്ന് കൊണ്ടുവരണതാണ് പറയാറ്. പക്ഷെ ഞാൻ ഡെയിലി ഞാൻ അവിടുന്ന് തന്നെയാണ് അവിടുന്ന് മേടിക്കാറ് ഫുഡ്. ആ ഇതിലാണ് നമ്മൾ വീണ്ടും അവിടുന്ന് തന്നെ വാങ്ങി നടന്നത്. ഞാൻ 430 രൂപ ഗൂഗിൾ ചെയ്ത് കൊടുക്കുകയും ചെയ്തു അവർക്ക് ഫുഡിന്റെ. അപ്പൊ ഈ നിലയ്ക്കാണ് ആ കടയുടെ ഉള്ളിൽ ചെന്ന് നോക്കുമ്പോഴത്തെ അംഗങ്ങൾ അവർ പറഞ്ഞപ്പോൾ അവർ പറയണത് എന്താ വെച്ചാൽ അത് ഞങ്ങൾ മാറ്റി തരാന്നാ പറയണത്. പ്രശ്നം ഉണ്ടാക്കരുത്, അബ്ദത്തിൽ പെട്ടതായിരിക്കും, അങ്ങനെ എങ്ങനെയെന്നുള്ളതാണ് പറയണത്. കാരണം 10 വയസ്സായ കുട്ടിക്കാണ് നമ്മളിത് കൊടുത്തത്. ആ കുട്ടിക്ക് ഇത് എന്താ സംഭവിക്കുക എന്താണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. തുടർന്ന് ആരോഗ്യ വകുപ്പിൽ വിവരമറിയിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രകാശ് ജേക്കബ്, JHICG ജോസഫ് എന്നിവർ സ്ഥലത്തെത്തി സ്ഥാപനമടയ്ക്കാൻ നിർദ്ദേശം നൽകി. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കുന്നംകുളം സർക്കിൾ ഓഫീസർക്കും ഷമീറ പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 തൃശൂർ. പണത്തിനും സ്വത്തിനും വേണ്ടി സഹോദരങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവുകയും അത് ചിലപ്പോൾ കൊലപാതകത്തിലും വരെയും കലാശിക്കുന്ന ഒട്ടേറെ സംഭവങ്ങൾ നമ്മൾ കേൾക്കാറുള്ളതാണ്. കണ്ണൂർ ആലക്കോട് സഹോദരന്മാർ തമ്മിലുള്ള സ്വത്ത് തർക്കത്തിൽ വീട് തീ വെച്ച് നശിപ്പിച്ചു. മണ്ണൂർ ജോണാണ് സഹോദരൻ തോമസും ഭാര്യയും താമസിക്കുന്ന തറവാട് വീട് അഗ്നിക്കിരയാക്കിയത്. കുടുംബസ്വത്തിൻ്റെ പേരിൽ ഇരുവരും വർഷങ്ങളായി തർക്കത്തിലായിരുന്നു. ആളപായമില്ലെങ്കിലും വീട്ടിലുള്ള സാധനങ്ങൾ പൂർണ്ണമായും കത്തി നശിച്ചു. വീട് തീ വെച്ച് നശിപ്പിച്ചതിന് ജോണിനെതിരെ ആലക്കോട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. സ്വത്തിനും പണത്തെയുംക്കാൾ വലുത് ബന്ധങ്ങളാണെന്ന തിരിച്ചറിവാണ് മനുഷ്യന് വേണ്ടത്. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.